ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജകരണേ. യാവത് വിത്തോപാർജനസക്തഃ താവൽ നിജ പരിവാരോ രക്തഃ. യാവത് വിത്തോപാർജനസക്തഃ താവൽ നിജ പരിവാരോ രക്തഃ. പശ്ചാജ്ജീവതി ജർജര ദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അച്ഛൻ, മകൻ, അതുപോലെ തന്നെ ഭാര്യ, മക്കളൊക്കെ, നമ്മുടെ കൂട്ടുകാർ, സഹോദരങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ നമ്മോട് പ്രീതി കാണിക്കും, നമ്മോട് ആദരവ് കാണിക്കും, നമ്മെ സ്നേഹിക്കും. ഇതുവരെ യാവത് വിത്തോപാർജന സക്ത, ധനം സമ്പാദിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ഇവരൊക്കെ നമ്മുടെ നിജപരിവാരങ്ങൾ, തൻ്റെ കുടുംബത്തിലെ ആളുകൾ, തന്നോട് രക്തിയുള്ളവരെ, സ്നേഹമുള്ളവരായിട്ട്. പശ്ചാജ്ജീവതി ജർജരദേഹേ, നിനക്ക് നടക്കാൻ വയ്യ, നിനക്ക് പണം സമ്പാദിക്കാൻ കഴിവില്ല, നീ വെറുതെ വീട്ടിൽ അങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? നീ ശരീരമൊക്കെ ദുർബലമായി അതിന് നടക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലെത്തിയാൽ വാർത്താം പൃച്ഛതി കോപിനതേഹി, വീട്ടിൽ നിൻ്റെ കാര്യം നോക്കാൻ ഒറ്റ മനുഷ്യൻ കാണില്ല, ഈച്ച പോലും നിൻ്റെ അടുത്ത് വരില്ല എന്നാണ്. വാർത്താം പൃച്ഛതി കോപിന ഗേഹി, വീട്ടിൽ ആരും നിൻ്റെ വൃത്താന്തം ചോദിക്കില്ല. കാരണം നിന്നെക്കൊണ്ട് അവർക്ക് പ്രയോജനമില്ല. നേരത്തെ നീ ധാരം സമ്പാദിച്ചു, ധനം സമ്പാദിക്കുന്നതിൽ പങ്കുപറ്റാനായിട്ട്, അതിൽ പങ്കാളികളാകാൻ ആളുകൾ അടുത്തുകൂടി. ഭാര്യയും മക്കളും സ്നേഹിതന്മാരും അച്ഛനും അമ്മയൊക്കെ സഹോദരങ്ങളൊക്കെ വന്നു. അവരൊക്കെ നിൻ്റെ അടുത്ത് അപ്പോൾ സ്നേഹം നടിച്ചു. ഞങ്ങളൊക്കെ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, നിനക്ക് എന്ത് വേണമെങ്കിലും സാധിച്ചു തരാം എന്നൊക്കെ പറയും. അതെത്ര വിത്തോപാർജനത്തിൽ നിനക്ക് കഴിവുള്ളിടത്തോളം കാലം അവരൊക്കെ നിന്നോട് സ്നേഹമുള്ളവരായിരിക്കും. അത് ആ താപത് നിജപരിവാര, തൻ്റെ കുടുംബജനങ്ങൾ, പരിവാരത്തെ കുടുംബജനങ്ങളാണ്, ഭാര്യയും മക്കളും അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെയാണ്. അവരൊക്കെ നിന്നിൽ അനുരാഗവും സ്നേഹമുള്ളവരായിരിക്കും. അത് കഴിഞ്ഞാലോ പശ്ചാജീവതി ജർജരകേ, അതിനുശേഷം നീ വൃദ്ധനായിട്ട് കഴിഞ്ഞ് നിൻ്റെ ശരീരമൊക്കെ ചുക്കിച്ചൊളിഞ്ഞ് നിൻ്റെ ശരീരത്തിൽ എല്ലും തൊലിയുമായിട്ട് അസ്ഥിപഞ്ജരമായിട്ട് മാറുമ്പോൾ, നിൻ്റെ തലയൊക്കെ നരയ്ക്കുമ്പോൾ, നിനക്ക് നടക്കാനും വയ്യാത്ത ഏതെങ്കിലും ഒരവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ, നീ ജർജരമായ ജീർണിച്ച ഈ ശരീരത്തിൽ പിന്നെയും നീ ജീവിക്കുകയാണെങ്കിൽ വാർത്താം പൃച്ഛതി കോപിനഗേഹി, വീട്ടിലുള്ള ഒരു മനുഷ്യനും നിൻ്റെ ഒരു വൃത്താന്തവും ചോദിക്കില്ല. കോപി ആരും നിൻ്റെ വാർത്തയെ വൃത്താന്തത്തെ അന്വേഷിക്കില്ല. നീ എങ്ങനെ ഇരിക്കുന്നു, നീ മരിച്ചോ, നീ ജീവിച്ചോ, നീ ഉണ്ടോ, നീ കഞ്ഞി കുടിച്ചോ, ഒന്നും അന്വേഷിക്കില്ല. മറ്റാണെങ്കിൽ ഓരോ നിമിഷത്തിന് നീ കഞ്ഞി വേണോ, നിനക്ക് ചോറ് വേണോ, നീ കാപ്പി വേണോ എന്ന് അന്വേഷിക്കാൻ ആളുണ്ടാവും. ഓരോ നിമിഷത്തിലും വന്ന് ചോദിക്കും, അത് വേണോ, ഇത് വേണോ. ഇതില്ലാത്ത കാരണം ഇയാളിൽ നിന്ന് ഒരുപാട് കിട്ടും, ഇയാൾ സഹായം ചെയ്താൽ പണം കിട്ടും. അപ്പോൾ ധനലോഭം കൊണ്ട് അവർ ചെയ്യാൻ, അത് ധനം കിട്ടില്ല എന്നവർ മനസ്സിലാക്കിയാൽ അപ്പോൾ പിന്നെ ഓരോരുത്തരും പിൻവാങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഈ ഭാര്യാപുത്രാദികളെ ഉദ്ദേശിച്ച് ധനസമ്പാദനത്തിന് വേണ്ടി ബന്ധപ്പെടേണ്ട കാര്യമില്ല. അവരൊന്നും നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരല്ല. നീ അതുകൊണ്ട് ചെയ്യേണ്ടത്, നീ ജീവിതത്തിൽ പണത്തിന് പുറകെ നടക്കാതെ, അതിനുവേണ്ടിയുള്ളതായ ബദ്ധപ്പാടുകൾ കുടുങ്ങാതെ നീ ഗോവിന്ദനെ ഭജിക്കൂ. ആ ഗോവിന്ദ ഭജനം കൊണ്ട് നിനക്ക് ആത്യന്തികമായ ശ്രേയസ്സുണ്ടാകും. നിൻ്റെ സകല തരത്തിലുള്ള ദുഃഖങ്ങൾ വഴിയും
ഒരു ഒടുവിൽ നിനക്ക് ഈ ജന്മമരണവുമായ സംസാര ബന്ധത്തിൽ തന്നെ മോചനം നേടാൻ സാധിച്ചേക്കും. അതുകൊണ്ട് അത് ചെയ്യൂ. അതാണ്, അല്ലാതെ ഈ മരണകാലത്തിൽ ഇതൊക്കെ വല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നീ ജീവിതത്തെ വളർക്കരുത്. അതാണ് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നാണ് പറഞ്ഞത്.